നമസ്കാരം. ഇറാനിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇറാനെ അടിയറവ് പറയിക്കാൻ ആഗ്രഹിക്കുന്ന, ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഇസ്രയേലിന്റെ ഉന്നം ആണവായുധങ്ങളല്ല. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യങ്ങളും ട്രംപ് ഉൾപ്പെടെ അവർക്കും ആവശ്യം ആണവായുധങ്ങളല്ല അവരുടെയും ലക്ഷ്യം. 1990-കൾ മുതൽ തന്ത്രപരമായ ലക്ഷ്യത്തിൽ അചഞ്ചലരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ പദ്ധതിയെ അവസാനിപ്പിക്കുക, ഒരു വേള അമേരിക്ക പോലും ഫലസ്തീനുമായുള്ള സമാധാന കരാറുകളിലും ഒത്തുതീർപ്പുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച നെതന്യാഹു ഇറാനിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഫലസ്തീനുമായുള്ള സമാധാന കരാറിനെ വിമർശിക്കുമ്പോഴും നെതന്യാഹു ഇറാൻ ഭീഷണി നിരന്തരം ഉയർത്തിക്കാട്ടിയിരുന്നു. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ ആഗോളമോ പ്രാദേശികമോ ആയ ഒരു മുൻഗണന അല്ലാതിരുന്നപ്പോഴും അയാൾ ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതാണ്ട് 2000 ആണ്ടുകളുടെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ, അദ്ദേഹം ഫലസ്തീൻ ഭീകരത എന്ന് വിവക്ഷിച്ച മുന്നേറ്റങ്ങളെയും അൽ അക്സ ഇതിഫാദയെയും തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴും നെതന്യാഹു ഇറാന്റെ ആണവ അഭിലാഷങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത്. ആഗോളതലത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ടാണ് ഷാരോൺ ഇറാനെ കണ്ടത്. എന്നാൽ ഏകപക്ഷീയമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു നെതന്യാഹു ആഗ്രഹിച്ചത്. ഇറാന്റെ ആണവ ഭീഷണിയെ നിർവീര്യമാക്കുന്ന നേതാവെന്ന് യഹൂദ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടണമെന്ന് ആണ് നെതന്യാഹുവിന്റെ മോഹം. ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഈ മോഹം, ചില പാളിപ്പോയ പദ്ധതികളും പുതുമോഹങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനും അവരുടെ ശാസ്ത്രജ്ഞരെ വധിക്കാനും നെതന്യാഹുവും അന്നത്തെ പ്രധാനമന്ത്രി യഹൂദ് ബരാക്കും 2010 തന്നെ ഇസ്രായേൽ സൈന്യത്തോട് ഉത്തരവിട്ടിരുന്നു. എന്നാൽ US പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാനുള്ള ശേഷിയില്ലെന്ന് മുന്നറിയിപ്പ് നൽകി ചീഫ് ഓഫ് സ്റ്റാഫ് ഗാബി അഷ്കനാസി. ഷിൻ ബെറ്റ് തലവൻ യുവാൽ ഡാസ്കിൻ, മൊസാദ് തലവൻ മേയർ ദഗാൻ എന്നീ ഉന്നത സുരക്ഷാ മേധാവികൾ പിൻവലിഞ്ഞു നിന്നതിലാണ് അത് നടക്കാതെ പോയത്. ബരാക്കിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് നയതന്ത്ര ശ്രമങ്ങളിലേക്ക് തിരിഞ്ഞ ഒബാമ ഭരണകൂടം ടെഹ്റാനുമായി സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിക്ക് ധാരണയായിരുന്നു. ഇറാനിൽ ബോംബിടുക എന്ന സ്വപ്നം മാറ്റമില്ലാതെ കൊണ്ട് നടന്ന ബെന്യാമിൻ നെതന്യാഹു ഒരു ബോംബിന്റെ കാർട്ടൂൺ പ്രദർശിപ്പിച്ചുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ ചുവപ്പുരേഖ കടക്കുമെന്ന് UN ജനറൽ അസംബ്ലിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ നിന്ന് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ എന്ന് പറയപ്പെടുന്ന ആണവ ശേഖരം ചൂണ്ടിക്കാട്ടി ആണവ കരാറിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നതിൽ നെതന്യാഹു വിജയം കണ്ടു. സഖ്യകക്ഷികളാണെങ്കിൽ പോലും
ലോകത്തിലെ ഏക ജൂതരാഷ്ട്രത്തിന്റെ നിയതി അപരിചിതരെ ഏൽപ്പിക്കാനാവില്ല എന്ന തന്റെ പതിവ് മുദ്രാവാക്യം ഉദ്ധരിച്ചുകൊണ്ട് രാഷ്ട്രീയവും സൈനികവുമായ സംവേഗ ശക്തി നിലനിർത്താൻ ബാഹ്യ സഹായമില്ലാതെ ഇറാനെ ആക്രമിക്കുന്നതിന് തയ്യാറെടുക്കാൻ ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടിരുന്നു. അതോടെ ഉന്നം വെച്ചുള്ള കൊലപാതകങ്ങളും സൈബർ ആക്രമണങ്ങളും വർദ്ധിച്ചു. ഇറാനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന്റെ സന്ദേശമായിരുന്നു ഒരു പതിറ്റാണ്ട് മുമ്പേ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഇറാന്റെ ഉന്നത ആണവ ശാസ്ത്രജ്ഞൻ മൊഹ്സൈൻ ഫഖ്രിസാദയെ 2020 വധിച്ച സംഭവം. ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിന് പിന്നെ അവസാനമുണ്ടായില്ല. ഒരു പ്രധാനമന്ത്രിക്കും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേലിന്റെ ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നെതന്യാഹു ഒരു ഇറാനിയൻ രേഖ കൂട്ടിച്ചേർത്തു. അച്ചുതണ്ടിന്റെ തലയിൽ, അതായത് ഇറാനിലേക്ക് 1000 വട്ടം ആഞ്ഞു കുത്തുമെന്ന് പ്രസ്താവിച്ച് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെഫ്താലി ബെന്നറ്റ് നെതന്യാഹുവിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചു. പിന്നീടാണ് ഒളിയുദ്ധത്തിൽ നിന്ന് ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചേർന്നത്. അതിന്റെ സംഭവങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഹമാസ് നടത്തിയ തൂഫാനുൽ അൽ അക്സ ഓപ്പറേഷൻ ഇസ്രായേലിന്റെ ഭയം വർദ്ധിപ്പിച്ചു. ഗസ, ലബനാൻ, സിറിയ, യമൻ, രഹസ്യമായി ഇറാൻ എന്നിങ്ങനെ പല മേഖലകളിലേക്ക് ടെൽ അവീവ് ആക്രമണം വ്യാപിപ്പിച്ചു. ദുർബലപ്പെടുത്തിയ സിറിയൻ വ്യോമ പ്രതിരോധവും ഇറാഖ് വഴിയുള്ള ഒരു പുതിയ ഇടനാഴിയും ഉൾപ്പെടെയുള്ള പ്രാദേശിക മാറ്റങ്ങളെ ഇറാനിലേക്ക് കൂടുതൽ ആഴത്തിൽ ആക്രമണം നടത്തുന്നതിനായി അധിനിവേശ രാഷ്ട്രം ചൂഷണം ചെയ്തു. 2010 തന്നെ ഇറാനെ ആക്രമിക്കുന്നത് തന്ത്രപരമായ പിഴവായിപ്പോയെന്ന് ടെൽ അവീവ് ഇപ്പോൾ കരുതുന്നു. ഇന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൂടുതൽ സമ്പുഷ്ടമാണ്, പ്രതിരോധം ശക്തവുമാണ്. ആണവായുധങ്ങൾ നേടിയാൽ ഇറാനും സഖ്യകക്ഷികളും കൂടുതൽ വീരന്മാരാകുമെന്നും യഥാർത്ഥ ഒരു അസ്തിത്വ ഭീഷണി തടയാൻ ഇസ്രായേലിനെ നിർബന്ധിതമാക്കുമെന്നും ഇസ്രായേലി വിശകലന വിദഗ്ധർ വാദിക്കുന്നുണ്ട്. നെതന്യാഹു പതിറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന അഭിനിവേശത്തിന്റെ പരിസമാപ്തിയാണ് ഈ യുദ്ധം, ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം. ഇറാനിലെ ശാസ്ത്രജ്ഞർ, ആണവ കേന്ദ്രങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കേന്ദ്രങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ആക്രമണം ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ മോഹങ്ങൾ അതിലും അപ്പുറമാണ്. ഭരണമാറ്റത്തിന്റെ ഒരു രൂപരേഖ ഇങ്ങനെയാണ്. ഇസ്രായേൽ അധിഷ്ഠിത കേന്ദ്രങ്ങളും നയരൂപകർത്താക്കളും വ്യക്തമാക്കുന്നത് പ്രകാരം ദീർഘകാല ലക്ഷ്യം ഭരണമാറ്റമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കുക, ഒരു ചങ്ങാതി ഭരണകൂടത്തെ കുടിയിരുത്തുക, പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തകർക്കുക. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയ്ക്ക് പ്രായമായതിനാൽ ഭരണ സംവിധാനം ദുർബലമാണെന്നാണ് ചിലർ വാദിക്കുന്നത്. ആഭ്യന്തരമായ അസ്വസ്ഥതകൾ ആളിക്കത്തും വിധത്തിൽ ഇറാന്റെ നേതൃനിരയെ തന്നെ ഇല്ലാതാക്കിയും എണ്ണ സംഭരണികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടും കൂടുതൽ സമൂലമായ നടപടികൾ വേണമെന്നാണ് മറ്റു ചിലരുടെ വാദം. അതീവ അപകട സാധ്യതകളാണുള്ളതെങ്കിലും ടെൽ അവീവ് ഇതിനെ ഒരു ചരിത്രപരമായ തുടക്കമായി കാണുന്നു. ഇത് ഇനി ഒരു നിഴൽ യുദ്ധമല്ല. ഇതാദ്യമായി ഇസ്രായേൽ ഇറാനിയൻ പ്രദേശത്തേക്ക് പരസ്യമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള നേരിട്ടുള്ള പ്രതികാരത്തിന്
തുടക്കമിട്ടിരിക്കുന്നു ഈ യുദ്ധം. അധിനിവേശ രാഷ്ട്രത്തിന് പ്രതിരോധവുമായി പാശ്ചാത്യ ശക്തികൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഇറാന്റെ മറുപടിയെ നേരിടാനും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർക്കാനും വരും ദശകങ്ങളിൽ പശ്ചിമേഷ്യൻ ശക്തി സമവാക്യങ്ങൾ മാറ്റി എഴുതാനും തങ്ങൾക്കാകുമെന്ന് ഉറച്ചു പറയുകയാണ് ഇസ്രായേൽ. നെതന്യാഹു അതിര് കടന്നേക്കാം, പക്ഷേ ഇറാൻ ഒറ്റപ്പെട്ടിട്ടില്ല. ഒന്നിലധികം മുന്നണികളിൽ തകർന്നടിഞ്ഞിട്ടും ഹിസ്ബുള്ള മുതൽ അൻസാർ ഉള്ളവരെയും ഇറാഖി വിഭാഗങ്ങൾ വരെയുമായി പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അണിനിരന്നിരിക്കുന്നു. വിശാലമായ ഒരു ഏറ്റുമുട്ടലിന് മേഖല തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. നെതന്യാഹു ഒരു ജാലകം തന്നെ കാണുന്നു. തെഹ്റാൻ ഒരു ജാലകം മാത്രമല്ല, ചുറ്റുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് ചുവപ്പ് വരകൾ കൂടി കാണുന്നു. പശ്ചിമേഷ്യയുടെ മറ്റു ഭാഗങ്ങൾ കാണുന്നത് ഭൂപടം തന്നെ മാറ്റിവരയ്ക്കപ്പെട്ടേക്കാവുന്ന ഒരു യുദ്ധത്തെയാണ്. ഈ യുദ്ധം ഇറാന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കപ്പെട്ടേക്കാമോ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ പിടിച്ചെടുത്തതിനു ശേഷം ഇസ്രയേലിന്റെ കൂടെ ഭൂപടത്തിൽ കൂട്ടിച്ചേർക്കുമോ, അതോ ഒരു സുഹൃത്ത് ഭരണകൂടം അവിടെ കുടിയിരുത്തപ്പെടുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ലോകരാജ്യങ്ങളെല്ലാം അതിന് തന്നെയാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമസ്കാരം.